കോട റാപ്പിഡ് കണ്ടപ്പം വിളിച്ചോ? വെന്റോ കണ്ടപ്പം വിളിച്ചോ? എനിക്ക് ഇഷ്ടം സിറ്റി ആയിരുന്നു. സിറ്റി വില കൂടുതലാ. ഞാൻ തന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, സിറ്റി വില കൂടുതലാ, പിന്നെ അത് നോക്കണ്ട. നിങ്ങളെ ചിത്ര കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അവസാനം കറക്റ്റ് വെന്റോ എടുത്തു വരാൻ ഫിക്സ് ചെയ്ത് വെച്ചല്ലേ. എന്നിട്ട് പിന്നെന്തോ ഈ രാത്രി ഈ സാധനം എടുത്ത് അവിടെ ഇട്ട് രാത്രി ഞാൻ വന്നപ്പോഴാണ് ഈ സാധനം ഞാൻ കാണുന്നത്. അപ്പോഴേ എന്റെ കിളിയങ്ങ് പറഞ്ഞത്. പക്ഷെ അന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അന്ന് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ അല്ലെ പിന്നെ കല്യാണം വേണ്ടാന്ന് വെക്കാന്നുള്ളത്. അത് എന്നെ എല്ലാരും വഴക്കുറയത്തില്ല. എന്റെ ബാത്റൂം പണിയാനും ഷെഡ് അടിക്കാനും എല്ലാത്തിനും കാശ്. ബാക്കി പറ. വീട്ടിൽ തന്നെയാണ്. ബാക്കി പറ. കാറിന്റെ കാര്യം പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കിരൺകുമാർ ഇനി ജയിലിൽ തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നമ്മുടെ വിസ്മയ കേസിൽ പ്രതിയായ കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് കേരളം കേട്ടത്. ഒരുപാട് കേരള ജനത മൊത്തം ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ വലിയ ആയത്തിൽ കേരളത്തിൽ ഒരു സ്ത്രീധന കൊലപാതകം നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ വിഷമം തന്നെയായിരുന്നു നമ്മുടെ വിസ്മയയുടെ കേസ് എന്ന് പറയുന്നത്. വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. അതിനുശേഷം വിസ്മയയുടെ അമ്മ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാ പെൺകുട്ടികളും സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിൻ്റെ മുന്നേ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചതിൻ്റെ ഒരു ഇരയാണ് തൻ്റെ മകൾ എന്ന് വളരെ സങ്കടത്തോടു കൂടി മാധ്യമങ്ങൾക്ക് മുമ്പായി പറയുന്നത് നമ്മൾ കേട്ടതാണ്. വളരെ സങ്കടം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇത്. പ്രതിയായ കിരൺകുമാറിന് 10 വർഷമായിരുന്നു കോടതി ജയിൽ ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതായാലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആ കാരണം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഇപ്പോൾ പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വളരെ സങ്കടം തോന്നി അച്ഛനും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാം തന്നെ ഇത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്തയൊന്ന് കേൾക്കാം. ഈ വാർത്ത വന്നപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആകെ വേദനിച്ച, കേരളം ആകെ വേദനിച്ച, ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു ദുരന്തം നേരിടേണ്ടി വരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതിൽ 10 വർഷത്തെ ശിക്ഷയാണ് നിലവിൽ നിൽക്കുന്നത്. ഹൈക്കോടതിയിലെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട്. അതിന്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്ന സ്വാഭാവിക നടപടിയാണ്. എന്നിരുന്നാലും വീട്ടുകാർക്കത് പൊറുക്കാൻ കഴിയാത്തതാണ്. ദൈവത്തിന്റെ കോടതിയിലെങ്കിലും തന്റെ സഹോദരിക്ക് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇപ്പോഴത്തെ ഒരു തീരുമാനം അത് ഞെട്ടിക്കുന്നതാണ്. കാര്യം ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കരുതിയിരുന്നില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അടക്കം ജില്ലാ കോടതിയുടെ വിധിയെ അംഗീകരിച്ചതാണ്, അത് ശരിവെച്ചതാണ്. അതിനുശേഷം ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് കിരൺകുമാർ അപ്പീലുമായി പോയിരിക്കുകയാണ്. ആ അപ്പീലിൽ വിധി വരുന്നതും വരെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണും. പ്രതിയായ കിരൺകുമാറിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി ഈ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പരോൾ പോലെ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൈക്കോടതി വിധി വരുന്നത് വരെ ആയിരിക്കും ഇപ്പോൾ ഈ ജാമ്യം നിലനിൽക്കുക. അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ സ്ത്രീധന പീഡന പരാതി നിലനിൽക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ കിരൺകുമാർ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിധി വരുന്ന സമയം വരെ അദ്ദേഹത്തിന് ജാമ്യത്തിൽ തുടരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രതികരിച്ച നമ്മുടെ വിസ്മയയുടെ സഹോദരൻ ഒരു വോയിസ് ഇപ്പോൾ ചാനലുകൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും മാം, ഒരുപാട് ഷോക്കായിട്ടാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് തന്നെ. കാരണം നിയമത്തിന്റെ എല്ലാ രീതിയിലും കുറ്റക്കാരിൽ നിന്ന് കോടതി തെളിവിന്റെയും എല്ലാ ഡിജിറ്റൽ എവിഡൻസിന്റെയും തെളിവിന്റെയും സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷ വിധിച്ച ഒരു പ്രതി അപ്പീൽ കോടതി തീർച്ചയായിട്ടും അവന്റെ പുള്ളിയുടെ അവകാശമാണ്. അപ്പീൽ കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ഇതേപോലെ ഒരു ജാമ്യം കൊടുക്കുന്ന ഒരു വിധി എന്ന് വെച്ചാൽ അത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വിധിയായി പോയി. അപൂർവത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും അവസാന ശ്വാസം വരെയും പോരാടും. വളരെയധികം ദുഃഖത്തോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉടൻ തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഇതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്, അല്ലേ? അതെ മാം. ഞങ്ങളുടെ പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ ഭാഗത്തും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാ രേഖകളും എല്ലാം ഞങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകനായാലും ഞങ്ങളുടെ അഭിഭാഷകനായാലും എല്ലാവരും കുറ്റമറ്റ രീതിയിൽ എല്ലാം നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ ഡോക്യുമെന്റ്സും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ജാമ്യത്തിൽ വിടുക എന്നൊരു ഇത് കേട്ടപ്പോൾ വളരെ
സങ്കടം തോന്നി മാം. അതാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് ഈ ഒരു കേസ് കാരണം ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ പിന്നെ ഒരു വേദന ഉണ്ടാക്കുന്നത് ഒരു അതിശയിപ്പിക്കുന്ന ഒരു വിധിയായി പോയി മാം ഇത്. അപ്പോൾ ഈ വിസ്മയ കേസ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഈ ചാനലോ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ മരിച്ചുപോയ വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ വരനായ ഈ കിരൺകുമാറിന് 101 പവനും അതുപോലെ തന്നെ 1.2 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ ഒരു കാറും നൽകാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത്. അത് ഒരു കോവിഡ് സമയത്തായതുകൊണ്ട് അദ്ദേഹത്തിന് അത് നൽകാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരു 80 പവൻ മാത്രമാണ് നൽകാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹം മാറിക്കൊടുത്ത ഒരു ടൊയോട്ടോ യാരിസ് കാറാണ് അദ്ദേഹം വിസ്മയയുടെ വരന് സമ്മാനമായി നൽകിയത്. അത് വന്ന് കണ്ടപ്പോൾ തന്നെ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ തുറന്നു പറയുകയും മകളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്ത് നമ്മൾ കേട്ടതാണ്. ആ ഫോൺ റെക്കോർഡുകൾ എല്ലാം തന്നെ ഇതിൻ്റെ മുന്നേ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ വരികയും ചെയ്തതാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പുതിയ കാർ വാങ്ങിത്തരാമെന്ന് അച്ഛൻ കിരൺകുമാറിനോട് പറയുകയും ചെയ്തതാണ്. അതിനുശേഷം കിരൺകുമാർ ഈ സ്വർണങ്ങളെല്ലാം തന്നെ ലോക്കറിൽ വെക്കാൻ വേണ്ടി ബാങ്കിൽ പോയ സമയത്ത് തൂക്കി നോക്കിയപ്പോൾ ആഭരണത്തിൽ കുറവ് കണ്ടു. അതിന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിസ്മയെ ദ്രോഹിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളാനും എല്ലാം പറയുന്നത് കിരൺകുമാറിനെ അച്ഛൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ലൈവായിട്ട് റെക്കോർഡ് നമ്മൾ കേട്ടതാണ്. അതെല്ലാമായിരുന്നു ആ സംഭവം. അതിനുശേഷം മകൻ്റെ വിവാഹം വന്ന സമയത്ത് ഈ കിരൺകുമാറിൻ്റെ അച്ഛനോ അമ്മയോ ആരും തന്നെ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ആ സമയത്ത് നമ്മുടെ മകൻ്റെ മരുമകളോടാണ് വിസ്മയ തൻ്റെ ഈ ദുരിതങ്ങൾ എല്ലാം തന്നെ തുറന്നു പറയുന്നത്. ആ സമയത്ത് അച്ഛനോട് സംസാരിക്കുകയും അതിനുശേഷം വിവാഹമോചനത്തിൻ്റെ തീരുമാനമെടുക്കാമെന്ന രീതിയിൽ അവരെല്ലാം ചർച്ചകൾ നടത്തി വരുന്ന സമയത്ത് വളരെ ബുദ്ധിപൂർവമായി കിരൺകുമാർ തിരിച്ചു വന്നുകൊണ്ട് വിസ്മയെ കൂട്ടി വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ തിരിച്ചു പറഞ്ഞേക്കുകയാണ് അച്ഛൻ ചെയ്തത്. പക്ഷെ അദ്ദേഹം സ്നേഹം കൊണ്ടൊന്നും മാത്രമല്ല ആ കൂട്ടിക്കൊണ്ടുപോയത്, കേസിൽ നിന്ന് ഊരണം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ടായിരുന്നു എന്നാണ്. അതിനുശേഷം അവിടെ നിന്ന് 10 ദിവസം തികയുന്നതിന് മുമ്പേ തന്നെയാണ് നമ്മുടെ വിസ്മയ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ നമ്മെ വിട്ടു പോവുകയാണ് ഉണ്ടായത്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. ഒരു കാരണവശാലും ആ വീട്ടിൽ ഒരു സ്വൈര്യമായിട്ട് ഒരു ദിവസം കഴിയാൻ പോലും നമ്മുടെ വിസ്മയക്ക് സാധിച്ചിരുന്നില്ല. കുറഞ്ഞു പോയ സ്വർണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ വാങ്ങിക്കൊടുത്ത കാറിൻ്റെ മോഡൽ ഇഷ്ടപ്പെടാത്തതിനാലും അതുപോലെ തന്നെ വലിയ കാറുകൾ കിട്ടാത്തതിനാലും നിരന്തരം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ വിസ്മയെ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ സങ്കടം തോന്നി. ആ സമയത്ത് അവിടുന്ന് കേസ് വിളിച്ച സമയത്ത് അദ്ദേഹത്തെ സ്ത്രീധന മരണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ 498 സ്ത്രീധന പീഡനത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ 306 ആത്മഹത്യാ പ്രേരണം എന്നീ കുറ്റങ്ങളെല്ലാം ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് 10 വർഷം സ്ത്രീധന നിരോധന നിയമപ്രകാരം കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ആ 10 വർഷം പോലും അകത്ത് കിടക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മുന്നിൽ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ ഈ കിരൺകുമാറിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. മലയാളികൾ ഏറെ സങ്കടത്തോട് കണ്ട ഒരു വാർത്തയായിരുന്നു ഇത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ മലയാളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു കൊലപാതകത്തിൽ ഒന്നായിരുന്നു ഈ വിസ്മയയുടെ കൊലപാതകം എന്ന് പറയുന്നത്. മലയാളികൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്ത കണ്ടത് എന്നുള്ളത് തന്നെയാണ് സത്യം. അതുപോലെ തന്നെ വരും നാളുകളിൽ നമ്മുടെ വിസ്മയക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഈ ഒരു കൊലപാതകത്തിന് ശേഷമായിരുന്നു സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശത്തിനും വേണ്ടി എല്ലാം തന്നെ സർക്കാരുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് പരിപാടികളും എല്ലാം വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം കേരളത്തിൽ കുറച്ച് മെച്ചപ്പെടുകയും കേരളത്തിൽ കുറച്ച് ബോധവൽക്കരണ പരിപാടികളെല്ലാം തന്നെ ഊർജ്ജസ്വലമായി നടക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിട്ടും വലിയ കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോഴും സ്ത്രീധന പരാതികളും മരണങ്ങളും എല്ലാം കേരളത്തിൽ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിസ്മയക്ക് നീതി കിട്ടണം, നീതി കിട്ടുന്നതുവരെ പോകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ വിസ്മയയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും എല്ലാം ഭാഷ്യം. തീർച്ചയായിട്ടും അവരുടെ ഒപ്പം കേരളത്തിലെ മുഴുവൻ ജനതയും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി നമ്മളും ഉറപ്പ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.